Good afternoon. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ ഫീച്ചേഴ്സ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ അല്ലേ? Important features of health information system. അതിലെ ഫസ്റ്റത്തെ പേഷ്യന്റ് പോർട്ടൽ. അവിടെ വരെയല്ലേ പറഞ്ഞത്? ഇനി നമുക്ക് മെഡിക്കൽ ബില്ലിംഗ് അല്ലേ എടുക്കണ്ടേ? അപ്പൊ ഫസ്റ്റ് നമ്മൾ ഫീച്ചർ പറഞ്ഞത് ഏതാണ്? പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞ അല്ലെ. രണ്ടാമത്തെ ഫീച്ചർ ആണ് മെഡിക്കൽ ബില്ലിംഗ് എന്നുള്ളത്. ഓക്കെ, മെഡിക്കൽ ബില്ലിംഗ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇതാണ് സെക്കൻഡ് വൺ, മെഡിക്കൽ ബില്ലിംഗ്. ഓക്കെ, ഓൺലൈൻ മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചേഴ്സ് കൺട്രോൾ all the billing work in less amount of time than usual. Okay, ഓൺലൈൻ മെഡിക്കൽ ബില്ലിംഗ് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇപ്പൊ നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈൻ ആയിട്ട് പേയ്മെന്റ് നടത്താനുള്ളൊരു സൗകര്യം ഉണ്ട് അല്ലെ. ഓൺലൈൻ ബില്ലിംഗ് നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ നമുക്ക് ക്യാഷ് അടയ്ക്കാം. നേരെ അവിടെ പോയി നമ്മൾ ക്യാഷ് കൗണ്ടറിൽ പോയി ക്യൂ നിന്നൊന്നും ബില്ല് ചെയ്യണ്ട അല്ലെ, പേയ്മെന്റ് നടത്തണ്ട. അപ്പൊ ഓൺലൈൻ ആയിട്ട് മെഡിക്കൽ ബില്ലിംഗ് ചെയ്യാനുള്ളൊരു സൗകര്യം നമുക്കുണ്ട് അല്ലെ. അതെന്ത് ചെയ്യുന്നു? കൺട്രോൾ ഓൾ ദ ബില്ലിംഗ് വർക്ക്സ്, എല്ലാ ബില്ലിംഗ് ജോലികളും എങ്ങനെ ഇൻ ലെസ് എമൗണ്ട് ഓഫ് ടൈം ദാൻ യൂഷ്വൽ, സാധാരണയിനേക്കാളും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എല്ലാ ബില്ലിംഗ് ജോലികളും എന്ത് ചെയ്യുന്നു? നമുക്ക് കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ പറ്റും ഈ മെഡിക്കൽ ബില്ലിംഗിലൂടെ. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ ഫസ്റ്റ് സെന്റൻസ്. Online medical billing features control all the billing works in less amount of time than usual. Underline ചെയ്തോ sentence. Gone are the days when the hospital spent a major amount of time controlling all the appointments and billing. അല്ലെ, അപ്പൊ അതായത് നമുക്ക് ഹോസ്പിറ്റലില് കൂടുതൽ സമയം ഏതാണ്? നമുക്ക് അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബില്ലിങ്ങിനൊക്കെയാണ് കൂടുതൽ സമയവും ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ ഇപ്പോ ഈ ഓൺലൈൻ സംവിധാനങ്ങൾ വന്നതോടുകൂടി നമുക്ക് ബില്ലിങ് ചെയ്യാൻ എളുപ്പമല്ലേ? ബില്ലിങ് അടയ്ക്കാനായിട്ട് ബില്ല് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ, അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ ഓൺലൈനിലൂടെ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റില്ലേ? അപ്പൊ അതൊക്കെ വന്നതോടുകൂടി നമുക്ക് എന്താ, ആ ഹോസ്പിറ്റലുകള് അതിനു വേണ്ടി ചെലവാക്കുന്ന സമയം അത് കുറയ്ക്കാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് സമയം ചെലവാക്കുന്ന ഏതിനോ അപ്പോയിന്റ്മെന്റ്സിനും ബില്ലിങ്ങിനും വേണ്ടി ഹോസ്പിറ്റല് കുറെ സമയം ചെലവാക്കുന്ന ആ കാലം കഴിഞ്ഞു. ഇപ്പൊ നമുക്കത് എല്ലാവരും ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാം, ബില്ലും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ അതിനു വേണ്ടി കുറെ സമയം ഹോസ്പിറ്റലില് ചെലവാക്കിയിരുന്നത് എന്ത് ചെയ്യുന്നു? ആ ഒരു കാലം കഴിഞ്ഞു ഇപ്പൊ. Now, within the medical billing features, patient billing, insurance details, patient tracking, and the payment process, everything can be managed with the capability. അല്ലെ, അപ്പൊ ഇപ്പൊ നമുക്ക് ഈ മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചേഴ്സ് എന്തൊക്കെയാ? പേഷ്യൻസിന് ബില്ല് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ പെട്ടെന്ന് അല്ലെ, ഇൻഷുറൻസിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റും അല്ലെ. നമ്മള് ലാസ്റ്റ് നമ്മള് ബില്ലൊക്കെ അടയ്ക്കുമ്പോ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പേപ്പർ കാര്യങ്ങളൊക്കെ വേഗം സെറ്റ് ചെയ്ത് ഇതാക്കാൻ പറ്റും. ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, പേയ്മെന്റ്, പേഷ്യന്റിനെ ട്രാക്ക് ചെയ്യാനായിട്ട്, പിന്നെ അതുപോലെ തന്നെ പേയ്മെന്റുകൾ അല്ലെ, പ്രക്രിയ എല്ലാം നമുക്ക് നല്ല കാര്യക്ഷമമായി തന്നെ ചെയ്യാൻ പറ്റും. You can even accept a notification alert. പിന്നെ അതിൽ കൂടാതെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ അലർട്ട് തരും. എങ്ങനെയാ? If there is any delay or other issues in payments, പേയ്മെന്റിൽ എന്തെങ്കിലും ഡിലേ വരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ അലേർട്ട്, നമ്മൾ ജിപേ ഒക്കെ വഴി നമ്മളും ഈ പേയ്മെന്റുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ബാങ്കിലേക്ക് ആണെങ്കിലും ക്യാഷ് ഇടുവോ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഇററുകൾ കാണുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും ഡിലേ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഫോണിൽ ഒരു അലേർട്ട് വരൂലേ?
നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരൂലേ, നമ്മുടെ പ്രോസസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അത് ഡിലേ ആണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ നമുക്കൊരു അലേർട്ട് തരും അല്ലെ. അതുപോലെ ഇവിടെ നമ്മളിങ്ങനെ ഓൺലൈനായിട്ട് ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാലതാമസം ഡിലേ വരികയാണെങ്കിലോ അതെങ്കിലും പേയ്മെന്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിലും നമുക്ക് എന്താ ഒരു അലേർട്ട് നമുക്ക് അവിടെ നോട്ടിഫിക്കേഷൻ അലേർട്ട് നമുക്ക് തരും അല്ലെ. So that you can take എന്താണ് പേഷ്യന്റ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകൾ എടുക്കാനായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് പേഷ്യൻസിന്റെ ഡേറ്റാസ് എടുക്കാനായിട്ടൊക്കെ എളുപ്പമല്ലേ ഈ ഓൺലൈനിലൂടെ. ഓൺലൈൻ ആകുമ്പോൾ ഓൺലൈൻ രീതി വരുമ്പോൾ നമുക്ക് പഴയ ഫയലുകളൊന്നും പോയി എടുത്ത് തപ്പൊന്നും വേണ്ട അല്ലെ. പേഷ്യൻസിനെ ട്രാക്ക് ചെയ്യാനായിട്ട് അതായത് അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ടും ഒക്കെ ഈ ഓൺലൈനിലൂടെ സാധ്യമാണ്, എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. So that they can take action according to norms. അപ്പോൾ നമുക്ക് ആ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് എന്തെങ്കിലും നടപടികൾ എടുക്കണമെങ്കിൽ നമുക്ക് ആ ഒരു അലേർട്ട് നോട്ടിഫിക്കേഷൻ അലേർട്ട് വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ളത് ചെയ്യാൻ പറ്റും. നമ്മളും അങ്ങനെ എന്തെങ്കിലും അലേർട്ട് വരികയാണെങ്കിൽ നമുക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, നമുക്കൊരു ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അവര് ഫോളോ ചെയ്യുന്ന അനുസരിച്ച് അതിന്റെ ഒപ്പം പോകാൻ പറ്റൂലേ അല്ലെ. നമുക്കൊരു അലർട്ട് കിട്ടിയാലേ നമ്മൾ അതിന് കുറച്ചും കൂടി ഇതാവുള്ളൂ അല്ലെ. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ ഡിലേ വരികയാണെങ്കിലോ അല്ലെങ്കിൽ പേയ്മെന്റിൽ ഇഷ്യൂ വരുവാണെങ്കിലും നമുക്ക് അവിടെ ഒരു നോട്ടിഫിക്കേഷൻ അലർട്ട് കാണിക്കും. അപ്പൊ നമുക്ക് എന്താണ് അവിടുത്തെ നോംസ് ആ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് അതിന് വേണ്ട നടപടികൾ എടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? മെഡിക്കൽ ബില്ലിംഗ് ഫസ്റ്റ് സെന്റൻസ് നോട്ട് ചെയ്തിടണം കേട്ടോ. പിന്നെ അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചറുകള്, പേഷ്യൻസിന്റെ ബില്ലിംഗ്, പിന്നെ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ്, പേഷ്യൻസിനെ ട്രാക്ക് ചെയ്യാനായിട്ട് പേഷ്യൻസിന്റെ ഡേറ്റാസ് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് പേയ്മെന്റ് പ്രോസസ്, ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് ഈ ഓൺലൈൻ സിസ്റ്റത്തിലൂടെ നമുക്ക് സാധ്യമാക്കും. ഇനി അടുത്തതാണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. ഇത് നമുക്കറിയാം അല്ലെ. നമുക്ക് ഇപ്പൊ പണ്ടത്തെ പോലെയാണോ നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്നത്? നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഓൺലൈനായിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും അല്ലെ. നമുക്കിപ്പോ രാവിലെ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റൂല, ഉച്ച കഴിഞ്ഞത്തേക്ക് നമുക്ക് അപ്പോയിന്റ്മെന്റ് മതി അല്ലെ. ഷെഡ്യൂൾഡ് ടൈം നമുക്ക് ഉച്ച കഴിഞ്ഞത്തേക്ക് മതി. അല്ലെങ്കിൽ ഇന്ന ഡോക്ടർ നമുക്ക് കാണണം, അപ്പൊ ആ ഡോക്ടർ അവൈലബിൾ ആയിട്ടുള്ള ടൈം നോക്കിയിട്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും അല്ലെ. നമ്മുടെ അപ്പോയിന്റ്മെന്റ്സ് എപ്പോ വേണം, ഏത് ടൈമിനുള്ളിൽ എടുക്കണം എന്നൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. Okay, just as the patient portal പോലെ with the patient scheduling, patientsന്റെ ഓൺലൈൻ ആയിട്ട് നമുക്ക് ഷെഡ്യൂളിംഗ് ഓപ്ഷനും ഉണ്ട് അവിടെ. Patient can arrange their own appointments by merely logging into their respective accounts. അതായത് ഹോസ്പിറ്റലിലെ ആ അക്കൗണ്ട്സിലേക്ക് ആ വെബ്സൈറ്റിലേക്ക് നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് അപ്പോയിന്റ്മെന്റ്സുകൾ നമുക്കുടെ കംഫർട്ട് അനുസരിച്ച് അല്ലെ നമുക്ക് ഓൺലൈൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാൻ പറ്റും. This way, they neither should wait in the line in the front of the doctor's chamber or clinic, nor required to call a clinic repeatedly to have an appointment. അപ്പൊ നമുക്ക് അങ്ങനെ ഈ ഓൺലൈൻ ആയിട്ട് നമ്മളിങ്ങനെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്താണ് നമുക്ക് സാധാരണ നമ്മൾ രാവിലെ പോയി അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ക്യൂ നിന്ന് പോയി നിൽക്കുന്നതും ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് തമ്മിലുള്ള ഡിഫറൻസ് എന്താ നമുക്ക് ഈ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ കയറി ആ ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. ശരി, അശ്വതി വെയിറ്റ് ചെയ്യണ്ട. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അതായത് നമുക്ക് എന്താ പെട്ടെന്ന് കിട്ടും. ശരിയാണ് അല്ലെ. നമുക്ക് പെട്ടെന്ന് കിട്ടും, ഏത് സമയത്ത് കിട്ടൂലേ. ഇനി ടൈം ലിമിറ്റ് ഉണ്ടോ? മറ്റത് നമുക്ക് രാവിലെ ചിലപ്പോ അപ്പോയിന്റ്മെന്റ് അവര് ചിലപ്പോ 10 to 12 അല്ലെങ്കിൽ 10 to 1 മണി വരെ ആയിരിക്കും അപ്പോ ചീട്ട് എടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ചീട്ട് നമുക്ക് എടുക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. അവർക്കൊരു ടൈം ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആകുമ്പോൾ 24 hours നമുക്ക് സർവീസ് കിട്ടൂലേ അല്ലേ.
24 മണിക്കൂർ നമുക്ക് രാത്രിയാണെങ്കിൽ എപ്പോ വേണമെങ്കിലും നമുക്ക് നെറ്റ് കയറി നമുക്ക് ആ സൈറ്റിൽ കയറി അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് ആ ഡോക്ടറിന്റെ ചേംബറില് അല്ലെങ്കിൽ ആ ക്ലിനിക്കില് കുറെ നേരം അതിന്റെ ഫ്രണ്ടിൽ പോയി ക്യൂ നിൽക്കുന്ന ആ വെയിറ്റ് ടൈം കുറയ്ക്കാൻ പറ്റൂലേ? This way, neither should wait in the line in the front of the doctor's chamber or clinic. ഡോക്ടറിന്റെ ചേംബറിലോ അല്ലെങ്കിൽ ക്ലിനിക്കിലോ പോയി ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യുന്നതിന്റെ ആവശ്യം വരുന്നില്ല അല്ലേ? നോക്കിയേ, to call the clinic repeatedly to have an appointment. അല്ലെങ്കിൽ ക്ലിനിക്കിലേക്ക് നമുക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് റിപ്പീറ്റ് ആയിട്ട് വിളിക്കേണ്ട ആവശ്യം വരില്ല. നേരത്തെയൊക്കെ നമ്മൾ വിളിച്ചല്ലേ ബുക്ക് ചെയ്യുന്നേ അല്ലേ? ഫോണിൽ വിളിച്ചിട്ടല്ലേ അപ്പോയിന്റ്മെന്റ് എടുക്കാറ്. അപ്പൊ ചിലപ്പോ ഫസ്റ്റ് പ്രാവശ്യം നമ്മൾ വിളിക്കുമ്പോൾ ലൈൻ ബിസി ആയിരിക്കും, നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വിളിക്കേണ്ടി വരും, അപ്പോഴും കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം, അങ്ങനെ ചിലപ്പോൾ കുറെ പ്രാവശ്യം വിളിക്കുമ്പോഴായിരിക്കും നെക്സ്റ്റ് നമുക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് അല്ലേ? അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റിന് വേണ്ടി ക്ലിനിക്കിലേക്ക് വിളിക്കേണ്ട ആവശ്യകതയും വരുന്നില്ല അല്ലേ? അല്ലെങ്കിൽ ഡോക്ടറിന്റെ ചേംബറിലോ ക്ലിനിക്കിലോ പോയി അവിടെ ഒരുപാട് സമയം ക്യൂ നിൽക്കുന്നതിന്റെയും ആവശ്യകത വരുന്നില്ല. അപ്പോയിന്റ്മെന്റിനായിട്ട് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ഫോൺ വിളിക്കുന്നതിന്റെയും ഒന്നും ആവശ്യകത വരുന്നില്ല. All the facility will be, ഇവിടെ നമ്മൾ ഓൺലൈൻ ഷെഡ്യൂളിംഗ് അല്ലെ, പേഷ്യന്റ് ഷെഡ്യൂളിംഗ് അത് ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന ആ ഫെസിലിറ്റി എപ്പോഴാണ്? വിൽ ബി അവൈലബിൾ 24/7 days. 24/7 എന്നാട്ടോ അത് വായിക്കണ്ടേ. 24/7 with just a day. അതായത് 24 മണിക്കൂറും ആഴ്ചയില് 7 days അല്ലേ ഒരാഴ്ചയില്. അപ്പൊ ആഴ്ചയില് 24 മണിക്കൂറും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫെസിലിറ്റി, അതായത് ഓൺലൈൻ നമുക്ക് ഷെഡ്യൂളിംഗ് ആ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ടൈമാണ് 24/7. അവിടെ വേണമെങ്കിൽ നമ്പർ മാറ്റിയൊക്കെ ചോദിക്കാം. They can even go with their convenience with the availability of the doctors and to make appointments accordingly. അല്ലെ? അപ്പൊ അതനുസരിച്ച് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് അല്ലെ, നമുക്കുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ഡോക്ടറിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് അങ്ങനെ ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും. എളുപ്പത്തില് അല്ലെ, ക്യൂ നിൽക്കാതെ അധികം സമയം വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും. പിന്നെ നമ്മള് പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കാണിക്കുമ്പോൾ എല്ലാ ഡോക്ടേഴ്സിനും ഒന്നും കാണിക്കുന്നില്ല അല്ലെ. നമുക്കൊരു പീഡിയാട്രീഷ്യൻ നമുക്കിടെ ഒരു ഫേവർ ആയിട്ടുള്ളത് ഉണ്ടാവില്ലേ? ചിലപ്പോ ആ കുട്ടി HF തുടങ്ങി കാണിക്കുന്നതൊക്കെ അല്ലേ? അപ്പൊ ഡോക്ടറിന്റെ അവൈലബിലിറ്റി നമ്മൾ നോക്കാറില്ലേ? ആ ഡോക്ടർ ഇരിക്കുന്ന ടൈം അല്ലെങ്കിൽ ആ ഡോക്ടർ നമുക്ക് അപ്പോയിന്റ്മെന്റിന് ആ ഡോക്ടർ ഒന്ന് അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ നമുക്ക് ഇങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും. പേഷ്യന്റ് ഷെഡ്യൂളിംഗ് നമുക്ക് തന്നെ നമ്മുടെ സൗകര്യം അനുസരിച്ച് ഷെഡ്യൂളിംഗ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെ ചെയ്യാറില്ലേ അല്ലേ? നമുക്കൊരു ഫേവർ ഡോക്ടർ ഉണ്ടാവില്ലേ? നമ്മൾ സ്ഥിരമായിട്ട് മരുന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറൊക്കെ അവരുടെ ഇത് നോക്കിയിട്ട് നമുക്ക് എടുക്കാലോ. അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ എടുക്കുകയാണെങ്കിൽ അവിടെ ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ ടൈമിൽ ഏത് ഡോക്ടറാന്ന് വെച്ചാൽ ആ ഡോക്ടറെ ചിലപ്പോൾ നമുക്ക് പോയി കാണേണ്ട വരും. ഇതാകുമ്പോൾ നമുക്ക് ഈ ഡോക്ടർ ഉള്ളപ്പോൾ മാത്രം നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം. നമ്മുടെ ഫേവർ ആയിട്ടുള്ള ഡോക്ടറിനെ തന്നെ നമുക്ക് കാണാനും പറ്റും. This features is beneficial to the care providers too. ഇപ്പൊ ഇത് പേഷ്യന്റിന്റെ കാര്യമല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി ഈ ഫീച്ചർ, അതായത് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ഇത് പറഞ്ഞാൽ ഈ ഒരു ഫീച്ചർ ഓൺലൈനായിട്ട് നമുക്ക് ഇങ്ങനെ പേയ്മെന്റ് എന്താ പറയാ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്ന ആ ഒരു ഫീച്ചർ നമുക്ക് ഈ കെയർ പ്രൊവൈഡേഴ്സിനും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനും ബെനിഫിഷ്യൽ ആണ്. ഇനി അവർക്ക് എങ്ങനെയാണ് ഈ കെയർ പ്രൊവൈഡേഴ്സിന് എങ്ങനെയാ ബെനിഫിഷ്യൽ ആവുന്നത്? ദേ ക്യാൻ അലോട്ട് ദെയർ സ്റ്റാഫ്. അവർക്ക് അവരുടെ ആ സ്റ്റാഫിന് നമുക്ക് അത് അലോട്ട് ചെയ്യാം അല്ലെ? ഓൺലൈനായിട്ട് ആണെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിൽ എല്ലാ സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ആ സിസ്റ്റത്തിൽ നോക്കി തന്നെ നമുക്ക് സ്റ്റാഫിനെ അലോട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇന്ന ഡ്യൂട്ടിയില് ഇന്ന സ്റ്റാഫുകള് അല്ലെ? ആ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അവരുടെ സ്റ്റാഫിനെ അലോട്ട് ചെയ്യാം. ടെസ്റ്റ് റൂമുകള് നമുക്കത് കറക്റ്റ് അനുവദിക്കാം. അതിന് സ്പെഷ്യാലിറ്റി
അപ്പാരറ്റസ്, സ്പെഷ്യൽ ആയിട്ടുള്ള അപ്പാരറ്റസുകൾ, എന്തെങ്കിലും ഉപകരണങ്ങൾ, അതൊക്കെ നമുക്ക് അതനുസരിച്ച് അലോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഈ ഒരു ഫീച്ചർ ബെനിഫിഷ്യൽ ആണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. Health care providers they can allow their staff to allot their test rooms and specialty apparatus, special ആയിട്ടുള്ള apparatus ഇതൊക്കെ നമുക്ക് അതനുസരിച്ച് അലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഷെഡ്യൂളിംഗ് പേഷ്യന്റിന് അവരുടെ അപ്പോയിന്റ്മെന്റ്സുകള് സ്വന്തമായിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനായിട്ടുള്ളത് ഈ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്നുള്ള ഫീച്ചറിലൂടെ നമുക്ക് സാധിക്കും. ഓക്കെ, പിന്നെ അതിനകത്ത് നമ്മൾ ആ 24/7 ഡേയ്സ് എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് നോട്ട് ചെയ്തിട്ടോ. പിന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് എന്തൊക്കെയാണ് ബെനിഫിഷ്യൽ ഉള്ളത്. മെഡിക്കൽ ബില്ലിംഗ് ആണോ? ഫസ്റ്റ് ലൈൻ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ? മെഡിക്കൽ ബില്ലിംഗ് ഡാഷ് ഫീച്ചേഴ്സ് കൺട്രോൾ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓൺലൈൻ മെഡിക്കൽ ബില്ലിംഗ് ഫസ്റ്റ് ടൈം. പിന്നെ അതിനകത്ത് ആ ഒരു ഫീച്ചർ വേണമെങ്കിൽ നോക്കിക്കോ. മെഡിക്കൽ ബില്ലിംഗിൽ നമുക്ക് പേഷ്യന്റ് ബില്ലിംഗ്, ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, പേഷ്യന്റിനെ ട്രാക്ക് ചെയ്യാൻ, പേഷ്യൻസിന്റെ പ്രോസസ്സ് ഇതൊക്കെ നോക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ഈ പ്രിസ്ക്രൈബിംഗ് ആണ്. ഈ പ്രിസ്ക്രൈബിംഗ് ഒരു ഷോർട്ട് ഫോം ആണ്. എന്തൊക്കെയാണെന്ന് അറിയോ? ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ്. ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് അതാണ് ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്തോട്ടെ. അതാണ് ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ്. ELECTRONIC, ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ്. This software, ആണ് കേട്ടോ. This software is health information system accelerates എന്ന് വെച്ചാൽ ത്വരിതപ്പെടുത്തുക. Accelerates the complete prescription process normally done by the staff members of the medical practitioner office. കണ്ടോ, ഈ പ്രിസ്ക്രൈബിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു എന്താണ്, ഒരു പ്രിസ്ക്രിപ്ഷൻ പ്രോസസ്. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമുക്ക് ഈ നമ്മുടെ ഡോക്ടറിനെ കാണുമ്പോൾ ഒന്നില്ലെങ്കിൽ ഡോക്ടർ തന്നെ എന്ത് ചെയ്യുന്നു, മെഡിസിൻസ് കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കും അല്ലെ. അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫുകളില്ലേ, അവരുടെ PA പോലെ സ്റ്റാഫ് മെമ്പേഴ്സ്, മെഡിക്കൽ പ്രാക്ടീഷണറിന്റെ ഓഫീസ്. അപ്പൊ ഡോക്ടർ പറയും, അത് വേറെ സ്റ്റാഫ് ആയിരിക്കും അല്ലെ. അതായത് അവിടെ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു എന്താ പറയാ സ്റ്റാഫ് ആയിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ഡോക്ടർ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണതിന്റെ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഒരു മിനിറ്റ്. ഓക്കെ, നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടാവും. അപ്പൊ ഒന്നുകിൽ ഡോക്ടർ തന്നെ ആ മെഡിസിൻസ് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ സിസ്റ്റത്തിലേക്ക് കൊടുക്കാൻ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ആ ഡോക്ടറിന്റെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, ആ സ്റ്റാഫ് ഡോക്ടർ പറയും ഏതൊക്കെ മെഡിസിൻസ് ആണെന്ന് പറയുമ്പോൾ ആ സ്റ്റാഫ് മെഡിക്കൽ പ്രാക്ടീഷണർ ആ ഓഫീസിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ സ്റ്റാഫ് എന്ത് ചെയ്യുന്നു, ഡോക്ടർ പറയണത് വേഗം തന്നെ സിസ്റ്റത്തിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് അല്ലെ. അതാണ് നമ്മുടെ ശരിക്കും ഈ പ്രിസ്ക്രൈബിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ്. പണ്ടത്തെ പോലെ ഇപ്പൊ ഡോക്ടർ ചീട്ടായിട്ട് എഴുതുന്നുണ്ടോ? ചില ഹോസ്പിറ്റലിൽ ഇപ്പോഴും പഴയ ഇത് തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതൊക്കെ പറയുന്നത് വെച്ചാൽ സിസ്റ്റം വഴി തന്നെയായിരിക്കും. മിക്ക ഹോസ്പിറ്റലിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ വളരെ കുറവാണ് അല്ലേ നമ്മുടെ പേപ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡ് എടുത്ത് എഴുതുന്നത് അല്ലേ. അപ്പൊ നേരെ പറയുള്ളൂ, അത് ടൈപ്പ് ചെയ്ത് സിസ്റ്റത്തിലേക്ക് വേഗം മെഡിസിൻസ് അല്ലെങ്കിൽ ഡോക്ടർ തന്നെയോ അല്ലെങ്കിൽ ഡോക്ടറിന്റെയോ അസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റാഫ് എന്ത് ചെയ്യുന്നു, സിസ്റ്റത്തിലേക്ക് നേരെ എൻട്രി ചെയ്യുക ചെയ്യുന്നത്. അത് നോക്കിയേ. അപ്പൊ ഇതിൽ നമ്മൾ
ആ പ്രിസ്ക്രിപ്ഷൻസ് ആ പേഷ്യന്റിന് കൊടുത്തിട്ടുള്ള മരുന്നിന്റെ ഏതൊക്കെ മരുന്നാണ്, ഏത് തരമാണ് അല്ലെ, അല്ലെങ്കിൽ എത്ര നേരമാണെന്നൊക്കെ ഉള്ള ഫുള്ള് ഡീറ്റെയിൽസ് ആ സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യും. അത് ചെയ്യുന്നൊക്കെ they are able to send and to fill the prescription of the every patient to the pharmacies online. അപ്പൊ ആ എൻട്രി ചെയ്യുന്നത് നേരെ എങ്ങോട്ടാ പോകുന്നത്? പിന്നെ ആ സിസ്റ്റം വഴി ഇങ്ങോട്ട് നേരെ പോകുന്ന ഫാർമസിയിലേക്ക്. അല്ലാതെ ചീട്ടൊന്നും പിന്നെ ഫാർമസിയിൽ കൊടുക്കണ്ടല്ലേ. പിന്നെ നമ്മളപ്പോ ഡോക്ടറിനെ കണ്ട് മെഡിസിൻസ് ഡോക്ടർ അത് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നേരെ എന്ത് ചെയ്താൽ മതി? ക്യാഷും കൊണ്ട് ഫാർമസിയിൽ നിന്നാൽ മതി അല്ലേ. അല്ലാതെ ചീട്ടിൽ പിന്നെ കൊണ്ടുപോയോ നമ്മുടെ ഇതൊന്നും കൊണ്ടുപോകണ്ട. ഫാർമസിയിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ നമ്പർ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻസ് ആ മരുന്നുകൾ അവിടെ ഫാർമസിയിൽ വരുന്നുണ്ടാവും. അവര് വേഗം തന്നെ ഫാർമസിസ്റ്റ് വേഗം തന്നെ മരുന്നുകളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ബില്ല് അടയ്ക്കുമ്പോൾ നമുക്ക് അവിടെ തന്നെ നേരെ മെഡിസിൻസ് കളക്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അത് നേരെ അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞിട്ടുള്ള എഴുതിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ് നേരെ അവിടെ നിന്ന് ഫാർമസിയിലേക്കാണ്, ഓൺലൈനായിട്ട് നേരെ ഫാർമസിയിലേക്ക് വരികയാണ്. ഓൾസോ ദേ ക്യാൻ ട്രേസ് ദ എൻറ്റയർ പ്രോസസ് ആൻഡ് ടേക്ക് എനി ആക്ഷൻ ഇഫ് റിക്വയർഡ്. നമുക്ക് അങ്ങനെ മൊത്തം പ്രോസസ്സ് അവിടെ നടക്കുന്ന ഓരോന്നും ആ ഒരു പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാം? ട്രാക്ക് ചെയ്യാം. ദേ ക്യാൻ ട്രേസ് ചെയ്യാൻ പറ്റും. ആൻഡ് ടേക്ക് എനി ആക്ഷൻ. ഈ ആക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നമുക്കത് എടുക്കാനും പറ്റും. This way the whole process become quick, safe and free of errors. അപ്പൊ ഈ രീതിയിലൂടെ നമുക്ക് മൊത്തത്തിലുള്ള പ്രോസസ്സ് ക്വിക്ക് ഫാസ്റ്റ് ആവാൻ പറ്റൂലേ. അല്ലെങ്കിൽ പിന്നെ ആ ചീട്ടെടുത്തിട്ട് ഒരു നേഴ്സ് വന്ന് ഫാർമസിയിലൊക്കെ കൊടുക്കണം അല്ലേ. ഇത് നമ്മൾ ചെല്ലുമ്പോഴേ ഫാർമസിയിൽ ഓൾറെഡി അവര് മരുന്ന് എടുത്ത് തന്നെ വെച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഇത് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് പിന്നെ നമുക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ട വരുമോ? അധികം വെയിറ്റ് ഒന്നും ചെയ്യേണ്ട വരില്ല അല്ലെ. പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടും വളരെ സുരക്ഷിതമായിട്ടും സേഫ് ആയിട്ടും ആൻഡ് ഫ്രീ ഓഫ് എറർ ഫ്രീ ആക്കാനും പറ്റും. ചിലപ്പോ ഇനി ഇത് ചീട്ടിലൊക്കെ എഴുതി തരുമ്പോ ചിലപ്പോ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടോ അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വല്ല പിശകുകൾ വരാനോ, ഇപ്പൊ എല്ലാ അപ്ലിക്കേറ്റഡ് ഫോം ഒക്കെ ഉപയോഗിക്കുമ്പോ ഏതെങ്കിലും എല്ലാ പിശകുകൾ വരാനോ അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ട്. ഇത് നേരെ സിസ്റ്റത്തിലേക്ക് ടൈപ്പ് ചെയ്തല്ലേ കയറ്റുന്നേ. അപ്പൊ അവിടെ വേറെ പിശകുകൾ വരാനുള്ള സാധ്യതയുണ്ടോ? സാധ്യത കുറവായിരിക്കുമല്ലേ അല്ലേ. പിന്നെ അങ്ങനെ വലിയ മിസ്റ്റേക്ക് വരേണ്ട ആവശ്യം വരില്ല അല്ലെ. അപ്പൊ എങ്ങനെയാ? പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് സേഫ് ആയിട്ട് ഫ്രീ ഓഫ് എറേഴ്സ് എറർ ഫ്രീ ആയിട്ട് നമുക്ക് ഈ രീതിയിലൂടെ ചെയ്യാൻ പറ്റും. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അതിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് വേണ്ടി ചോദിക്കാം. പെട്ടെന്ന് ചെയ്യാം, സേഫ് സുരക്ഷിതമാണ്, എറർ ഫ്രീ ആണ്. ഓക്കെ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് നോട്ട് ചെയ്തു. ഇതിന്റെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം. ദ ഡാഷ് സോഫ്റ്റ്വെയർ അങ്ങനെ ചോദിക്കാം. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ആക്സിലറേറ്റ് ദ കംപ്ലീറ്റ് പ്രിസ്ക്രിപ്ഷൻ പ്രോസസ്. നോർമലി ദ സ്റ്റാഫ് മെമ്പേഴ്സ് ടു ദ മെഡിക്കൽ പ്രാക്ടീഷണർ ഓഫീസ്. അങ്ങനെ തന്നെ ആ സെന്റൻസ് തന്നെ എടുത്തിട്ട് അത് ഏതാണെന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ ഏതാണ്? ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് ഓർ ഇ പ്രിസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് അതിന് ഉപയോഗിക്കുന്നത്. ഓക്കെ. എല്ലാ പേഷ്യൻസിന്റെയും ഈ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങനെ ഇതുപോലെ നേരെ ഫാർമസിയിലേക്ക് വരും. അപ്പൊ അവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ വേഗത്തിലും സുരക്ഷിതമായിട്ടും എറർ ഫ്രീ ആയിട്ടും നമുക്ക് പെട്ടെന്ന് മെഡിസിൻസ് അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. ഇനി അടുത്തതാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. അടുത്തൊരു ഫീച്ചർ ആണ് കേട്ടോ, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിച്ചിട്ട് പേഷ്യൻസിന്റെ ഹെൽത്ത് മോണിറ്റർ ചെയ്യുന്നതാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. RPM ഷോർട്ട് ഫോം ആണ്, എല്ലാത്തിന്റെയും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. RPM റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് is the use of digital devices to monitor the patient health information. Patient's health, patient's health monitor ചെയ്യാനായിട്ട് ഒരു ഡിജിറ്റൽ ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത്. Okay. This is another aspiring features of health information system. ഇത് അടുത്ത health information systemത്തിന്റെ aspiring എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അഭിലഷണീയമായ ഒരു സവിശേഷതയാണ് ഏത്? റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. which enable access to patient details easily. Which enable access the patient
access to patient details easily. പേഷ്യൻസിന്റെ ആ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഈസി ആയിട്ട് കടക്കാൻ പറ്റും. ഓക്കെ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഡെലിവർ ഗുഡ് ഹെൽത്ത് കെയർ ടു ദ പേഷ്യന്റ്. കണ്ടോ, ഇനി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് നല്ല എന്താ ഗുഡ് ഹെൽത്ത് കെയർ നൽകാൻ, നല്ലൊരു ആരോഗ്യ പരിചരണം കൊടുക്കാൻ, ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആൻഡ് മിറ്റിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഒരു കഠിനമായിട്ടുള്ള സിവിയർ കണ്ടീഷൻ എക്സ്പെൻസ് ലഘൂകരിക്കുക. മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കുക, അതായത് ഒരു കഠിനമായിട്ടുള്ള ചെലവുകള് കുറയ്ക്കുന്നു. മിറ്റിഗേറ്റ് ചെയ്യുക, ലഘൂകരിക്കുന്നു, കഠിനമായിട്ടുള്ള ചെലവുകൾ കുറയ്ക്കുന്നു. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്തൊക്കെ സഹായിക്കുന്നേ? പേഷ്യൻസിന്റെ ഡീറ്റെയിൽസിലേക്ക് ഈസി ആയിട്ട് പ്രവേശിക്കാൻ പറ്റും. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് നല്ല ഹെൽത്ത് കെയർ കൊടുക്കാൻ പറ്റും പേഷ്യൻസിന്. പിന്നെ എക്സ്പെൻസുകള് നമുക്ക് സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ എക്സ്പെൻസ്, കഠിനമായിട്ടുള്ള ചെലവുകള് മിറ്റിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ലഘൂകരിക്കാനും സാധിക്കുന്നു. Remote patient monitoring RPM is really useful for patients whom are experienced chronic health issues. Chronic വളരെ എന്താ പറയാ വിട്ടുമാറാത്ത രോഗങ്ങളൊക്കെ വരികയാണ് അല്ലെ, തീരെ കിടപ്പ് രോഗികളാണ്. അങ്ങനെയുള്ള പേഷ്യൻസിനെ ഈ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്നുള്ളത് വളരെയധികം സഹായപ്രദമാണ്. ആ പേഷ്യൻസിന് വളരെയധികം യൂസ്ഫുൾ ആണ്. എന്നുവെച്ചാൽ പേഷ്യൻസിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻസ് പെട്ടെന്ന് തന്നെ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കൃത്യമായിട്ട് അപ്പപ്പോ തന്നെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും അല്ലെ. അതുകൊണ്ട് ഇത് ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസിന് ഇത് വളരെയധികം പ്രയോജനപ്രദമാണ്, യൂസ്ഫുൾ ആണ് എന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. അവിടെ രണ്ട് പോയിന്റ്സ് നമുക്ക് നോട്ട് ചെയ്യാം. RPM-ന്റെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്യാം. പിന്നെ പേഷ്യൻസിന്, ആർക്കാണ് പേഷ്യൻസിന്, എങ്ങനെയുള്ള പേഷ്യൻസിന്? ക്രോണിക് ആയിട്ടുള്ള വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പേഷ്യൻസിനും ഈ RPM റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് വളരെയധികം പ്രയോജനപ്രദമാണ്. അണ്ടർലൈൻ ചെയ്ത രണ്ട് സെന്റൻസ്. Okay. Doctors use the information gathered through RPM for monitoring patient health status. ഇപ്പൊ പേഷ്യന്റിന്റെ അല്ലേ നമ്മൾ പറഞ്ഞു, ഇനി ഡോക്ടേഴ്സിന് ഈ RPM ഡോക്ടേഴ്സ് യൂസ്ഫുൾ ആണ്, ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാന്ന് നോക്കിയേ, ഡോക്ടേഴ്സ് യൂസ് ദ ഇൻഫർമേഷൻ ഗ്യാതേർഡ് ത്രൂ RPM ഉപയോഗിച്ചിട്ട് ശേഖരിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ ഡോക്ടർ പേഷ്യൻസിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ്, ആരോഗ്യനില മോണിറ്റർ ചെയ്യാനായിട്ട് ഈ ഡോക്ടർ ഈ RPM ഉപയോഗിച്ചിട്ട് കളക്ട് ചെയ്തിട്ടുള്ള, അതിൽ ശേഖരിച്ചിട്ടുള്ള ഡേറ്റാസ്, അത് ഉപയോഗിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ പേഷ്യൻസിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ്, ഇപ്പോ പ്രസന്റ് ആയിട്ടുള്ള അവരുടെ ആരോഗ്യനില എങ്ങനെയാണ് അല്ലെ, അത് മോണിറ്റർ ചെയ്യാനായിട്ട് RPM ഡോക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തു. Doctors use the information gathered through RPM for monitoring patients. എന്താണ് പേഷ്യൻസ് ഡാഷ്, എന്താണ് ഹെൽത്ത് സ്റ്റാറ്റസ്, ആരോഗ്യനില മോണിറ്റർ ചെയ്യാനായിട്ട് RPM ഉപയോഗിച്ച് ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് അത് യൂസ് ചെയ്യുന്നുണ്ട്. Also with these details they can predict or end the situation that would or else require serious medical interventions. അപ്പൊ നോക്കിയേ, അപ്പൊ ഈ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നമുക്ക് ഹെൽത്ത് സ്റ്റാറ്റസ് നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഹെൽത്ത് സ്റ്റാറ്റസ് നോക്കിക്കൊണ്ട്, അപ്പൊ ആ പ്രസന്റ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് എന്താണ്, നില എന്താണ്, അല്ലെങ്കിൽ അവസ്ഥ എന്താണെന്ന് നോക്കിക്കൊണ്ട് ഡോക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് മുൻകൂട്ടി കാണാൻ പറ്റും അല്ലെ, മുൻകൂട്ടി കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ, ഇപ്പൊ എന്തെങ്കിലും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അപ്പൊ ഹെൽത്ത് സ്റ്റാറ്റസ് അപ്പൊ മോണിറ്റർ ചെയ്യുന്നത് കൊണ്ട് അത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് നിർത്താനോ അല്ലെങ്കിൽ നമുക്ക് അത് എന്തെങ്കിലും പ്രിഡിക്റ്റ് ചെയ്യാനോ ഒക്കെ സാധിക്കുന്നു. അപ്പൊ അങ്ങനെ അതിലൂടെ നമുക്ക് കൂടുതൽ ഡോക്ടർ ശ്രദ്ധ കൊടുക്കണം അല്ലെ, കൂടുതലായിട്ട് നമ്മൾ സീരിയസ് ആണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ അപ്പൊ മോണിറ്റർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഡോക്ടറിന് ചെയ്യാൻ പറ്റൂലേ.
സീരിയസ് ആയിട്ടുള്ള മെഡിക്കൽ ഇപ്പൊ നമ്മൾ നോക്കുന്നു, പെട്ടെന്ന് അതിന്റെ ചേഞ്ച് വരുന്നു. അപ്പൊ ഡോക്ടർ കുറച്ചും കൂടി അല്ലെ, കുറച്ചും കൂടിയും എന്താ പറയാ കെയർ കൊടുക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടിയും അത് കൊടുക്കണം എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് മോണിറ്റർ ചെയ്യാനും സാധിക്കുന്നു. അതാണ് ക്രോണിക് ഹെൽത്ത് കെയർ. ഇനി ഈ നമ്മൾ എത്ര നേരം പറഞ്ഞ ക്രോണിക് ഹെൽത്ത് കെയർ ഉള്ള പേഷ്യൻസിന് ഉപയോഗപ്രദമാണ്, അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് അത് അവരെ മോണിറ്റർ ചെയ്യാനും ഉപയോഗപ്രദമാണെന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ക്രോണിക് ഹെൽത്ത് കെയർ മാത്രമാണോ നോക്കുന്നത്? ഓക്കെ, അതിന് പുറമെ ക്രോണിക് ഹെൽത്ത് കെയർ, ക്രോണിക് ഹെൽത്ത് കെയറിന് പുറമെ RPM ഈസ് യൂസ്ഫുൾ. RPM യൂസ്ഫുൾ ആണ് എവിടെയൊക്കെ? ഫോർ അതർ കേസസ് ടു, മറ്റുള്ള കേസുകളിലും ഈ RPM യൂസ്ഫുൾ ആണ്. എവിടെയാണ്? സച്ച് ആസ് കെയർ ഫോർ സീനിയർ സിറ്റിസൺ അല്ലെ, മുതിർന്ന പൗരന്മാര്, അവർക്ക് കൊടുക്കുന്ന കെയർ ആഫ്റ്റർ ഡിസ്ചാർജിങ് എ പേഷ്യൻസ്. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയി അല്ലെ, അപ്പൊ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം അവർക്ക് കൊടുക്കുന്ന കെയറിങ് ആൻഡ് ട്രീറ്റ്മെന്റ് ഫോർ ബിഹേവിയറൽ ഹെൽത്ത് ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ് എക്സെട്ര. പിന്നെ അതുകൂടാതെ നമ്മൾ ലഹരി വസ്തുക്കളൊക്കെ ഇല്ലേ, അതിന്റെ അതൊക്കെ ദുരുപയോഗം ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയാ, അങ്ങനെയുള്ള അതിന്റെ ട്രീറ്റ്മെന്റ്, അപ്പൊ അതിന് അഡിക്റ്റ് ആയിട്ടുള്ളവരെ അതിൽ നിന്ന് മാറ്റാനൊക്കെ ഉള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കേസുകളിലും ഈ RPM യൂസ്ഫുൾ ആണ്. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ അവിടെ. ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കും അങ്ങനെയുള്ള പേഷ്യൻസിന് യൂസ്ഫുൾ ആണ്. പിന്നെ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാനായിട്ട് അല്ലെ ഈ ഡോക്ടറിന് യൂസ്ഫുൾ ആണ്. അതോടൊപ്പം തന്നെ ക്രോണിക് ഹെൽത്ത് കെയറിന് പുറമെ തന്നെ RPM മറ്റുള്ള കേസുകളില് മുതിർന്ന ആളുകളെ, പൗരന്മാരെ നോക്കുന്നത്, ഡിസ്ചാർജിന് ശേഷം, പിന്നെ ഇങ്ങനെയുള്ള ഡ്രഗ്സ് കാര്യങ്ങള് അല്ലെ, അങ്ങനെയുള്ള അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും യൂസ്ഫുൾ ആണ്. ലാസ്റ്റ് സെന്റൻസ് നോട്ട് ചെയ്തില്ല കേട്ടോ. ഇനി അടുത്തതാണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. RPM മനസ്സിലായില്ലേ? റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്താന്നുള്ളത് ക്ലിയർ ആണോ? ഭാരതി, എബിന, കീർത്തി ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തതാണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. അപ്പൊ ഏതെന്ന് അറിയാലോ, ഒരു മാസ്റ്റർ ആയിട്ട് എന്താ നോക്കിയേ, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് has gathered popularity across many hospitals and a large organization of medical practice അല്ലെ. അതായത് ഈ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് വലിയ മെഡിക്കൽ ഫെസിലിറ്റി, ഇത് വളരെയധികം പോപ്പുലാരിറ്റി ജനപ്രീതി നേടിയിട്ടുണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അങ്ങനെ ഉള്ള ധാരാളം ഹോസ്പിറ്റലുകള്, വലിയ മെഡിക്കൽ പ്രാക്ടീസ് ഓർഗനൈസേഷൻ സ്ഥാപനങ്ങളില് ഒക്കെ ഈ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് വളരെയധികം ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. ടെക്നോളജി, ഇതൊരു സോഫ്റ്റ്വെയർ, ഇതൊരു ടെക്നോളജിയാണ് ശരിക്കും. അതെന്താന്ന് നോക്കിയാൽ വാട്ട് പ്രിപ്പയർ ടു ഫീഡ് ദ പേഷ്യന്റ് ഇൻഫർമേഷൻ വൺസ്. ഇതെന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ ഒരു പ്രാവശ്യം അതിലേക്ക് ഫീഡ് ചെയ്താൽ മതി. അതാണ്. With this technology, one required to feed the patient information once. After that, അതിനുശേഷം okay, it get connected to numerous database and therefore this data can be useful in the future for other lab test and clinical departments. നിങ്ങൾക്ക് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ഇവിടെ പറയുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത് ഏത് ടെക്നോളജിയാണ്? മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. ആ ഒരു ടെക്നോളജി അവർ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെല്ലൂലേ, നമ്മൾ രജിസ്റ്റർ ചെയ്യൂലേ, ആ സമയത്ത് നമ്മളോട് നമ്മുടെ പേര്, അഡ്രസ്, ഏജ്, ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവര് സെക്സ് അല്ലെ, ഇതെങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കൂലേ, ഡേറ്റാസ് കൊടുക്കൂലേ. എന്നിട്ടാണ് നമുക്ക് അവിടെ ഇടുന്ന നമ്പർ, MRD നമ്പർ അടിച്ചു തരുന്നത് അല്ലെ. പിന്നത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ നമ്മൾ ആ ചീട്ട് നമ്മൾ ആ കാർഡ് കൊണ്ടുപോയാൽ മതി. പിന്നെ നമുക്ക് പിന്നെ കൊടുക്കണ്ട.
പിന്നെ അങ്ങനെ ഒരു പ്രാവശ്യം അത് നമ്മൾ അങ്ങനെ ആ ഒരു മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ആ ഒരു ടെക്നോളജി അതിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻസ് കയറ്റി കഴിഞ്ഞാൽ അത് പല ഇതും ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യും. അതായത് ഈ ഡേറ്റാസ് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് രജിസ്റ്റർ ചെയ്ത് ഡേറ്റാസ് ഒക്കെ കൊടുത്തു. അപ്പോൾ ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടറിന് എന്തെങ്കിലും സംശയം ഉണ്ടാവും, ഒരു ലാബ് ഇത് ബ്ലഡ് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ലാബിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താ പിന്നെ എന്റെ പേര്, വയസ്സ്, അഡ്രസ്സ് ഇതൊക്കെ വീണ്ടും ലാബിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് എന്താ, നമ്മുടെ ഡീറ്റെയിൽസ് ഓൾറെഡി അവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലെ. അപ്പൊ പിന്നെ എന്താ, നമ്മുടെ നമ്പർ അവർ ആ കാർഡ് നോക്കി നമ്മുടെ നമ്പർ അടിച്ചു ഓൾറെഡി നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ട്. വീണ്ടും അവർക്ക് അതിലേക്ക് എൻട്രി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വീണ്ടും എൻട്രി ചെയ്യണ്ട അല്ലെ. നമുക്ക് അവിടെ സമയം ലാഭിക്കാം. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. അതുപോലെ തന്നെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ചികിത്സാ സംബന്ധമായി പിന്നെ നമ്മൾ അവിടുന്ന് വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ചെയ്തു. അപ്പൊ ഡോക്ടർ പറഞ്ഞു കാർഡിയോളജിയിലും കൂടി ഒന്ന് കാണിക്കണേ, അല്ലെങ്കിൽ അവിടെയും കൂടി നോക്കാം, അല്ലെങ്കിൽ ന്യൂറോയിലെയും കൂടി ഒന്ന് കാണണം. നമ്മളപ്പോ ഇവിടുന്ന് ഡോക്ടറിന്റെ അടുത്ത് നേരെ ന്യൂറോളജിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെന്നും നമ്മൾ വീണ്ടും നമ്മുടെ ഇൻഫർമേഷൻ, പേര്, വയസ്സ്, അഡ്രസ്, ഫോൺ നമ്പർ ഇതൊക്കെ വീണ്ടും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. അതായത് ഇത് എന്താണ്, അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുത്തു കഴിയുമ്പോൾ അത് മറ്റുള്ള ഇപ്പൊ ലാബിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിലേക്കോ ഒക്കെ അത് കണക്റ്റഡ് ആണ്, അത് കണക്ട് ചെയ്തിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ വീണ്ടും റീ എൻട്രി ചെയ്ത് കേറ്റണ്ട. ഉണ്ടോ, ദിസ് ഡാറ്റ ക്യാൻ ബി യൂസ്ഫുൾ ഇൻ ഫ്യൂച്ചറിൽ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം നമ്മൾ ചെന്നാലും വീണ്ടും നമ്മൾ കേറ്റണ്ട. നമ്മൾ എന്താ നമ്മുടെ നമ്പറുകൾ കൊടുത്താൽ മതി. MRD നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. അല്ലാതെ നമ്മൾ ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ പേര്, അഡ്രസ്, ഡീറ്റെയിൽസ് ഒന്നും അവര് ചോദിക്കില്ല അല്ലെ. നമ്മൾ ഓൾറെഡി നമ്മുടെ പഴയ പേഷ്യന്റ് ആണ്. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ട്. അതാണ് ഫൈലിംഗ് ദിസ് ഡേറ്റ മാനുവലി എവരി ടൈം ഈസ് നോട്ട് നീഡ് ദം. അപ്പൊ ഓരോ പ്രാവശ്യം നമ്മൾ ഡേറ്റാസ് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമുണ്ടോ? പണ്ടാണെങ്കിൽ നമ്മൾ കൊടുത്ത് നമ്മൾ ഷീറ്റൊക്കെ എടുത്ത് തപ്പി ഇതൊക്കെ നോക്കാൻ പോകണം. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. മാനുവലി ഓരോ ടൈമും ആ ഡേറ്റാസ് കണ്ടെത്തേണ്ട ആവശ്യം അവിടെ വന്നില്ല. The ease of access to the patient detail is most important benefit of using the master patient index. Underline ചെയ്യുക സെന്റൻസ്. അതായത് നമുക്ക് ഈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അനായാസം, ഈസി ആയിട്ട്, ഈസി ആയിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും, പ്രവേശിക്കാൻ പറ്റും. എങ്ങോട്ട്? ടു ദ പേഷ്യന്റ് ഡീറ്റെയിൽസ്. പേഷ്യൻസിന്റെ ആ ഡീറ്റെയിൽസ്, അത് പേഷ്യൻസിന്റെ ഡേറ്റയിലേക്ക് നമുക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ പറ്റും. അതാണ് ഈ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പ്രവേശിക്കാൻ പറ്റും. ആ നമ്പർ മാത്രം കൊടുത്താൽ പോരെ, 3457 അതാണ് നമ്മുടെ നമ്പർ. ആ നമ്പർ അടിച്ചു കൊടുക്കാം, ഡീറ്റെയിൽസ് കിട്ടി അല്ലെ. ഏത് ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാണെങ്കിലും എവിടെ ചെന്നാണെങ്കിലും ആ നമ്പറിലാണ് പിന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെ. ആ നമ്പർ നമ്മൾ അടിച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ കിട്ടും. അതായത് ഇപ്പൊ നമുക്കാണെങ്കിൽ ഇപ്പൊ നമ്മൾ ചെന്നു നമ്മുടെ പഴയ ലാബ് റിപ്പോർട്ട് ഒന്ന് എടുക്കണം. നമ്മൾ വീണ്ടും നമ്മുടെ പേര്, അഡ്രസ് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. ആ നമ്പർ അടിച്ചു കൊടുത്താൽ നമ്മുടെ ആ റിപ്പോർട്ട് എന്താണെന്നുള്ള ആ റിപ്പോർട്ട് നമുക്ക് വേഗം കിട്ടും അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒന്ന് റെഫറൻസിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ മേടിക്കണം, ഒരു ബില്ല് നമുക്ക് വേണം. ഇത് നമ്മൾ എന്താ പറയാ, ഡീറ്റെയിൽസ് നമുക്ക് പെട്ടെന്ന് കിട്ടും. അതാണ് കേട്ടോ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. പേഷ്യന്റിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പ്രവേശിക്കാൻ പറ്റും. അതാണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ്. ഓൾസോ ഇറ്റ് ഈസ് ടോട്ടലി ഓട്ടോമാറ്റഡ്. ഇതെങ്ങനെയാ? മൊത്തത്തിൽ ഓട്ടോമാറ്റഡ് ആണ്. മിനിമൈസ് ദ പോസിബിലിറ്റീസ് ഓഫ് ഇറേഴ്സ് അല്ലെ. ഇറേഴ്സുകൾ വരാനുള്ള സാധ്യത കുറയ്ക്കാലോ. ഇനിയിപ്പോ ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോൾ അടിച്ചു കയറ്റുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാം അല്ലെ. നമ്മുടെ വീട്ടുകാരെ അടിച്ചപ്പോ ചിലപ്പോ ഒരു സ്പെല്ലിങ് മാറിപ്പോയി, അപ്പൊ വീണ്ടും മിസ്റ്റേക്ക് വന്നു അല്ലെ. ആദ്യം കറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുത്തത് രണ്ടാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോ വീണ്ടും ചോദിച്ചപ്പോ നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോൾ അല്ലെങ്കിൽ അവര് ടൈപ്പ് ചെയ്തപ്പോൾ ലെറ്റർ മാറിപ്പോയി, പെശക് വന്നില്ലേ. വീണ്ടും ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോ പെശകുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഇത് ഫുള്ളി ഓട്ടോമാറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ആ ഇററുകൾ, പിശകുകൾ വരാനുള്ള സാധ്യത മിനിമൈസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ആൻഡ് ഇംപ്രൂവ്സ് ദ സേഫ്റ്റി ഓഫ് ദ ഇൻഫർമേഷൻ. പിന്നെ അതുപോലെ തന്നെ ഇംപ്രൂവ് വർദ്ധിക്കുന്നു. നമ്മുടെ ഇൻഫർമേഷന്റെ സേഫ്റ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റൂലേ.
ആരെങ്കിലും അതിൽ കയറി മോഷ്ടിച്ചോണ്ട് പോകാൻ പറ്റുമോ? അല്ല ഫയലാണെങ്കിൽ എടുത്തോണ്ട് പോകാന്ന് വിചാരിക്കാം അല്ലെ. ഇതിപ്പോ നമ്മളത് സെക്യൂർ ചെയ്ത് വെച്ചേക്കാണ്. പാസ്വേഡ് ഇതൊക്കെ കൊടുത്ത് അതിന് വേണ്ടപ്പെട്ടവർക്ക് മാത്രം അതിലേക്ക് ലോഗിൻ ചെയ്ത് കയറാൻ പറ്റുള്ളൂ അല്ലെ. അത് സെക്യൂരിറ്റി ഉണ്ട്. നമ്മുടെ ഇൻഫർമേഷൻസ്, നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് സെക്യൂർ ആണ്. സേഫ്റ്റി, നമ്മുടെ ഇൻഫർമേഷൻസിന്റെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിറവുകൾ കുറയ്ക്കാനുള്ള സാധ്യത അല്ലെ, അത് അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുന്നു. ആ എററുകൾ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. അത് രണ്ട് കാര്യം കൂടി അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ബെനിഫിറ്റ്സ് ആണ്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ എററുകൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഈ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഇംപ്രൂവ് ചെയ്യാനും പറ്റുന്നു. സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു. പേഷ്യൻസിന്റെ സേഫ്റ്റി വർദ്ധിപ്പിക്കാനും കഴിയുന്നു. അതാണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തതാണ്. ഇതൊന്ന് വായിക്കണം കേട്ടോ. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ നമുക്ക് നല്ല എളുപ്പമുണ്ട് അല്ലെ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉള്ളതാണ്. പക്ഷെ ഒന്ന് വായിച്ച് നമ്മൾ അണ്ടർലൈൻ ചെയ്തിടുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വായിച്ചു പോകണം കേട്ടോ. ഇപ്പൊ ഞാൻ പറയാറില്ല, നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അന്ന് തന്നെ വായിക്കണം. അതിൽ പിന്നെ എക്സാം വരുമ്പോ എല്ലാ ചാപ്റ്ററുകളുടെയും വരുമ്പോ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ വായിക്കാതെ ഇരുന്നാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു പ്രാവശ്യം വായിച്ചു വെച്ചാൽ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോഴും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് പറയാത്തത്. ഇനി അടുത്തതാണ് റാപ്പിംഗ് മീറ്റപ്പ് എന്ന് പറയുന്നത്. റാപ്പിംഗ് എന്ന് വെച്ചാൽ ശരിക്കും പൊതിയുക എന്നാണ് ശരിക്കും അല്ലെ. റാപ്പിംഗ് മീറ്റപ്പ് എന്ന് പ്രൊട്ടക്റ്റിനുള്ള മീനിങ് ആട്ടോ, സംരക്ഷിക്കുക എന്നുള്ള മീനിങ് ആണ്. Okay, health information system will go on bring changes in healthcare service. ഈ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് നമുക്ക് ഹെൽത്ത് കെയറിൽ നമുക്ക് ആ ഹെൽത്ത് കെയർ സർവീസ് അതിൽ നമുക്ക് കുറച്ച് ചേഞ്ചസ് അല്ലെ, നല്ലൊരു ചേഞ്ചസ് വരാൻ പറ്റും. അല്ലെ അതുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അല്ലെ. ഈ ഒരു സോഫ്റ്റ്വെയർ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം വന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടില്ലേ ഹെൽത്ത് കെയർ സർവീസില്. നമ്മൾ കൊടുക്കുന്ന ആരോഗ്യ സേവനങ്ങളിൽ തന്നെ നമുക്ക് ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. With the assistance of harmful system in hospital and medical procedure, not only will the efficiency of the professionals be increased, but also their work will become easier and more organized. ഇനി ഇങ്ങനെയുള്ള പവർഫുൾ നല്ല ആ ഒരു ശക്തിയായിട്ടുള്ള സിസ്റ്റം അതിന്റെ സഹായത്തോടു കൂടി തന്നെ ഹോസ്പിറ്റലില് നമുക്ക് ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ പ്രൊസീജിയറിൽ ഹോസ്പിറ്റലുകളിലും അവിടെ മെഡിക്കൽ പ്രൊസീജിയറിലും ഒക്കെ നമ്മളൊരു എന്താ പറയാ ഒരു അസിസ്റ്റൻസ് ഒരു സഹായം വന്നല്ലേ. ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഒത്തിരി ഇംപ്രൂവ്മെന്റ്സ് വരാൻ പറ്റി. മെഡിക്കൽ പ്രൊസീജിയറിൽ അതനുസരിച്ച് കുറെ മാറ്റങ്ങൾ വന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ പ്രൊഫഷണൽസിന്റെ അതായത് ഡോക്ടേഴ്സിന്റെ കാര്യക്ഷമത എഫിഷ്യൻസി അതിന് മാത്രമല്ല വർദ്ധിച്ച് ഇൻക്രീസ് അതായത് വർധനവ് വന്നിട്ടുള്ളത്. ആ ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ആ പ്രൊഫഷണൽസിന്റെ കാര്യക്ഷമതയിൽ മാത്രമല്ല ഇംപ്രൂവ് വന്നിരിക്കുന്നത്. ഇതിനു കൂടി ബട്ട് ഓൾസോ ഇതിനു കൂടി their work will be അവരുടെ വർക്ക് ഈസി ആയില്ലേ അല്ലെ. മോർ ഓർഗനൈസ്ഡ് കുറച്ചും കൂടിയും സംഘടിതമായില്ലേ. അതായത് ഇപ്പൊ ഇവർക്കാണെങ്കിലും ഇപ്പൊ റിസപ്ഷനിസ്റ്റിൽ ഇരിക്കുന്നവര് ഇതിങ്ങനെ ഓരോരുത്തരും ചെല്ലുമ്പോ ഈ നമ്മുടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാൻ ഭയങ്കര പണിയല്ല അവർക്ക് അല്ലെ. ഒരു പ്രാവശ്യം വന്ന പേഷ്യൻസ് ആണെങ്കിൽ ആ നമ്പർ അടിച്ചാൽ മതി അല്ലെ. അവർക്കത് പണി കുറഞ്ഞില്ലേ, ഈ വർക്ക് ഈസി ആയില്ലേ. ഇപ്പൊ ടെസ്റ്റ് ചെയ്യാനായിട്ട് പേഷ്യന്റ് കണ്ടു, അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് നിന്ന് ചീട്ട് കൊണ്ടുവന്ന ഫാർമസിയിലേക്ക് കൊടുക്കണതാണെങ്കിൽ ആ നേഴ്സിന്റെ പണി കൂടിയില്ലേ. അവിടെ നടന്നു ചെയ്ത് കൊടുക്കണ്ടേ അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഇതൊക്കെ വന്നതോടുകൂടി നമുക്ക് എന്താ അവരുടെ ആ ഒരു ജോലികൾ അല്ലെ അവർക്കൊരു ജോലി ഈസി ആക്കാനായിട്ട് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് സംഘടിതമായിട്ട് അല്ലെ സംഘടിപ്പിക്കാനും അല്ലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും സാധിക്കുന്നു. അവരുടെ വർക്കും ഈസിയായി. Then, as a result, they focus on giving better care to the patient and improving patient engagement and commitment. And അതിന്റെ ഫലമായിട്ട് എന്താണ്? They focus giving better care to the patients. പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കണമെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ലേ. ക്ലറിക്കൽ വർക്ക് കുറഞ്ഞില്ല അവരുടെ
നേഴ്സിന്റെ ഇതൊക്കെ ആണെങ്കിലും എഴുത്തുകുത്തലൊക്കെ പറഞ്ഞില്ല അവിടെ സിസ്റ്റം വന്നോടുകൂടി. അപ്പൊ അവർക്ക് പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റില് അല്ലെങ്കിൽ പേഷ്യൻസിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റൂലേ? അവരൊക്കെ ബെറ്റർ കെയർ കണ്ടോ, they focus on giving better care to the patients. അപ്പൊ അങ്ങനെയുള്ള വർക്കുകൾ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി? അവർക്ക് ആ പേഷ്യൻസിനെ കെയർ ചെയ്യുന്നതിൽ അത് കുറച്ചുകൂടി അവർക്ക് കെയർ ചെയ്യാൻ പറ്റി. ഇംപ്രൂവിംഗ് പേഷ്യന്റ് എൻഗേജ്മെന്റ്, പേഷ്യൻസിന്റെ ഇടപെടലുകൾ, സംതൃപ്തി, ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധ്യമാകും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സിസ്റ്റം റാപ്പിംഗ് ഇറ്റ് അപ്പ് അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്താ പേഷ്യൻസിന് കൂടുതൽ ഇംപ്രൂവ്, പേഷ്യൻസിന് കൊടുക്കുന്ന കെയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റി. പേഷ്യൻസിന്റെ എൻഗേജ്മെന്റ്, പേഷ്യൻസിന്റെ ഇടപെടലുകള്, അതായത് കൂടുതൽ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരാൻ തുടങ്ങി അല്ലെ, അവരുടെ ഇടപെടലുകൾ കൂടുതലാകാൻ തുടങ്ങി, അവരുടെ സംതൃപ്തിയും ഇംപ്രൂവ് ചെയ്യാൻ, സാറ്റിസ്ഫാക്ഷൻ, കണ്ടിറ്റ്മെന്റ്, അവരുടെ സംതൃപ്തിയും വർദ്ധിക്കാൻ തുടങ്ങി. In short, ചുരുക്കി പറയുകയാണെങ്കിൽ HIS offers a win-win solution for the both patient and health care professionals. പേഷ്യൻസിന് മാത്രമാണോ? അല്ല, അല്ലെ, സ്റ്റാഫുകൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും അല്ലെ പേഷ്യൻസിനും ഇത് ബെനിഫിഷ്യൽ ആണ്. When it comes to refining the care delivery service, എന്താ പറഞ്ഞേക്കുന്നത്? എങ്ങനെയാണ് പേഷ്യൻസിനും അല്ലെ പരിചരണം നമുക്ക് ഹെൽത്ത് കെയർ സർവീസില്, ഹെൽത്ത് കെയർ ഡെലിവറി സർവീസ്, പരിചരണ വിതരണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തില് അല്ലെങ്കിൽ ആ സർവീസ് മെച്ചപ്പെടുത്തുന്ന കാര്യത്തില് നമുക്ക് പേഷ്യൻസിനും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും എങ്ങനെയാന്ന് പറഞ്ഞിങ്ങനെ ഒരു നല്ലൊരു വിജയകരമായ ഒരു സാഹചര്യം HIS വാഗ്ദാനം ചെയ്യുന്നു. Both the patient and health care providers, രണ്ടുപേർക്കും ബെനിഫിഷ്യൽ അല്ലേ? രണ്ടു കൂട്ടർക്കും അത് പ്രയോജനപ്രദമല്ലേ? പേഷ്യൻസിനും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും എന്താണ് ഒരു വിജയകരമായിട്ടുള്ള ഒരു സാഹചര്യം വാഗ്ദാനം ചെയ്യുന്നു. ഇനി അടുത്ത, അപ്പൊ അത്രയാണ് കേട്ടോ അതിന്റെ ഫീച്ചേഴ്സ്. അതിനകത്ത് ഫീച്ചേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതോ ഇൻക്ലൂഡ് ചെയ്യാത്തയോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഫീച്ചറൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. മാർക്ക് ചെയ്യേണ്ടതാണോ അതിനകത്ത്? ലാസ്റ്റ് ഡേയില് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തു. അപ്പോൾ ഡാഷ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഹെൽത്ത് കെയർ സർവീസിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതാണ് അതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അത് പ്രൊഫഷണൽസിന്റെ എഫിഷ്യൻസി വർദ്ധിച്ചത് മാത്രമല്ല, അവരുടെ വർക്ക് ഈസിയർ ആയാലും ഓർഗനൈസ്ഡ് കുറച്ചും കൂടി സംഘടിതമാകാനും പറ്റി. പിന്നെ ആ സെന്റൻസ് നോട്ട് ചെയ്യാം കേട്ടോ. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് പേഷ്യൻസ് കെയറിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കാൻ പറ്റി. പേഷ്യൻസിന്റെ എൻഗേജ്മെന്റ്, അവരുടെ സംതൃപ്തി, കണ്ടിറ്റ്മെന്റ് ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാനും സാധ്യമാക്കുന്നു. ഇനി അടുത്തതാണ് ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളത് കേട്ടോ. ഇതിനകത്ത് പലതരത്തിലുള്ള ക്ലിനിക്കൽ ചികിത്സാ സംബന്ധമായിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റം ആണ് പറയുന്നത്. ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, EHR, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. അപ്പൊ നമ്മൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്നില്ലേ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, EHR, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് കേട്ടോ. അപ്പൊ നോക്കിയേ, അത് ഫസ്റ്റത്തെ ആണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഇപ്പൊ നമ്മളിപ്പോ കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചല്ലേ ചെയ്യുന്നത്. അതും പിന്നെ പേപ്പർ റെക്കോർഡും ആയിട്ടുള്ള ഒരു കമ്പാരിസൺ അവിടെ വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ജസ്റ്റ് അപ്പൊ നോട്ട് ചെയ്യാം. പിന്നെ അതിനകത്ത് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ അതല്ല കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി, അങ്ങനെ ഇത് വരുന്നുണ്ട് കേട്ടോ. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം വരുന്നുണ്ട്. അതൊക്കെ ഇനിയുള്ളതൊക്കെ നല്ല എളുപ്പമാണ്. ജസ്റ്റ് ഇത് ഈ ഒരു ചെറിയ ഇത് കൂടെ ഉള്ളൂ. കഴിഞ്ഞ പിന്നെ ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടറിന്റെ യൂസസ് അതൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് ഇത് നോക്കിയേ, ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. ഇതിനകത്ത് 4 ടൈപ്പ് പഠിക്കാറുണ്ട്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഉണ്ട്, പിന്നെ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്, ഈ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. അത്രയും നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് നോക്കിയേ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, EHR. അപ്പൊ അതിനൊരു എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്തോ കേട്ടോ. എക്സ്പാൻഡ് EHR എന്താണ്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്
Electronic health record is the systematized body of patients and population electronically recorded health information in a digital format. ഇതെങ്ങനെയാ പേഷ്യന്റിന്റെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. അപ്പൊ അതായത് ഇപ്പൊ നമ്മൾ ഇൻഫർമേഷൻ എങ്ങനെയാ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലാണ് നമ്മൾ കൊടുക്കുന്ന വിവരങ്ങള് എങ്ങനെയാ നേരെ പേപ്പറിൽ എഴുതി വെക്കുകയാണോ ചെയ്യുന്നേ? ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ, സിസ്റ്റത്തിലേക്കാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. അതായത് ഒരു സിസ്റ്റം ആ ഒരു സോഫ്റ്റ്വെയറിലേക്കാണ് നമ്മളത് കയറ്റുന്നത്. ഡിജിറ്റൽ ഫോർമാറ്റില് ഇലക്ട്രോണിക് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ ചിട്ടയായിട്ട് അല്ലെങ്കിൽ പോപ്പുലേഷന്റെ ഇൻഫർമേഷൻസ് അതായത് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ അല്ലെങ്കിൽ ചിട്ടയായിട്ട് വെക്കുന്നതിനെയാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈൻ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത അവിടെ ഡിജിറ്റൽ ഫോർമാറ്റില് ഒരു ഇലക്ട്രോണിക്കലി രേഖപ്പെടുത്തിയിട്ടുള്ള പോപ്പുലേഷന്റെ ഒരു ജനങ്ങളുടെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആരോഗ്യ വിവരങ്ങളാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് പേഷ്യൻസ് ആൻഡ് പോപ്പുലേഷൻ, പേഷ്യൻസിന്റെ പോപ്പുലേഷൻസിന്റെ ആളുകളുടെ രോഗികളുടെ അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്തത്? ഇലക്ട്രോണിക്കലി. എവിടെ? ഇൻ ഹെൽത്ത് ഇൻഫർമേഷൻ ഇൻ ഡിജിറ്റൽ ഫോർമാറ്റ്. ഡിജിറ്റൽ ഫോർമാറ്റില് നമ്മൾ എങ്ങനെയാണ് ഒരു ഇലക്ട്രോണിക്കലി ആണ് അവിടെ ഫീഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഫസ്റ്റ് ഡാഷ് ഈസ് എന്ന് പറഞ്ഞ് ചോദിക്കാം കേട്ടോ. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തത്. These records can be shared across different healthcare settings. അപ്പൊ ഈ റെക്കോർഡുകള് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകള് നമുക്ക് പല ഇതിലേക്കും ഷെയർ ചെയ്യാൻ പറ്റും അല്ലെ. പല ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് പല ഇതിലേക്ക്. ഇപ്പൊ നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നോ, അവിടുന്ന് വേറെ ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് കാണാൻ പറഞ്ഞ റെഫറൻസിന് കാണാൻ പറഞ്ഞാൽ അവിടേക്കും നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റൂലേ. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് ഇത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഷെയർ ചെയ്യാൻ പറ്റൂലേ. നമ്മളിപ്പോ ഒരു ഡോക്ടറിനെ കണ്ടു, നമ്മള് വേറെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണുമ്പോൾ നമ്മുടെ ചാർട്ടും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക, നമുക്ക് ആ ഹോസ്പിറ്റലിൽ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ എടുക്കാൻ പറ്റൂലേ. ഇപ്പൊ നമുക്ക് എന്താ പറയാ നമ്മുടെ ഇപ്പൊ അതുപോലെ തന്നെ നമ്മൾ സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കും സർജറി ചെയ്യുന്നത്. ഇപ്പൊ വേറെ ഒരു ഡോക്ടർ പുറത്തുള്ള ഒരു ഡോക്ടറിന്റെ കൺട്രോളിലൊക്കെ ആണെങ്കിൽ ആ ചീട്ട് കാര്യങ്ങൾ ഇതൊക്കെ നേരെ അവർക്ക് കിട്ടൂലേ. അപ്പൊ അതാണ് എന്താ പറഞ്ഞത്, records can be shared across different health care settings. പല ഹെൽത്ത് കെയർ സെറ്റിംഗ്സില് ഇത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഈ റെക്കോർഡ്സ് ആർ ഷെയർഡ് ത്രൂ നെറ്റ്വർക്ക്. കണക്റ്റഡ് ആണ് അല്ലെ, ഇന്റർനെറ്റ് വഴി. ഈ നെറ്റ് വഴി കണക്റ്റഡ് ആയിട്ടുള്ള നെറ്റ് വഴി നമുക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. ഇപ്പൊ നമ്മളും ഇങ്ങനെ ഒരു ലിങ്കിൽ കൂടെ അല്ലേ നമ്മൾ രണ്ടുപേരും ജോയിൻ ചെയ്ത് ഇവിടെ ക്ലാസ്സിൽ കയറിയിരിക്കുന്നേ അല്ലേ. ഒരു ലിങ്കിൽ കൂടെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് നമ്മളിപ്പോ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തരുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ സിസ്റ്റത്തിൽ തന്നെ നിങ്ങളുടെ ആ ക്ലാസ് റൂമിൽ നിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ലേ. മോക്ക് ടെസ്റ്റുകൾ എടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ എക്സാം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് എക്സാമിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഇതൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റും. അതായത് നമ്മൾ എവിടെ ആയിക്കോട്ടെ നമുക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് ഈ ഇപ്പൊ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അതിനകത്ത് ഇൻഫർമേഷൻ വേറെ സെറ്റിംഗ്സിലേക്കും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ത്രൂ നെറ്റ്വർക്ക് കണക്റ്റഡ് എന്റർപ്രൈസസ് വൈഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഓർ അതർ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ആൻഡ് എക്സ്ചേഞ്ച്. മറ്റുള്ള ഇൻഫർമേഷൻ നെറ്റ്വർക്ക് എക്സ്ചേഞ്ച് കൈമാറ്റം വഴി എന്റർപ്രൈസസ് എന്ന് പറയുന്ന സംരംഭം വൈഡ് ഇൻഫർമേഷൻ സിസ്റ്റം അങ്ങനെ വിശാലമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ഇങ്ങനെയൊക്കെ പരസ്പരം കണക്റ്റഡ് ആണത്. Electronic health record may consist of consist of a range of data that include demographic എന്ന് പറഞ്ഞാൽ എന്താ ഒരു ജനസംഖ്യയുടെ demographic. This electronic health record may consist of a range of data. ഡെമോഗ്രാഫിക് സോഷ്യൽ ഡേറ്റാസ്, ഒരു സോഷ്യൽ ഡേറ്റാസ് ഉൾപ്പെടുന്നു. എന്തൊക്കെയാ വരുന്നത് നോക്കിയാൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാ, that includes the demographic area, ഒരു സോഷ്യൽ ഡേറ്റാസ് വരുന്നുണ്ട്, മെഡിക്കൽ ഹിസ്റ്ററി, മെഡിക്കേഷൻ ആൻഡ് അലർജീസ്, മരുന്നുകൾ എന്തെങ്കിലും അലർജി കാര്യങ്ങള്, ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, ഇമ്മ്യൂണിറ്റി സ്റ്റാറ്റസ്, ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ടുകള്, റേഡിയോളജി ഇമേജ്, പിന്നെ എക്സ്റേ സ്കാനിങ്ങോ അതെയോ അങ്ങനെ അതിന്റെ ഇമേജുകള്, വൈറ്റൽ സയൻസ്. വൈറ്റൽ സയൻസ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് അല്ലെ, ബി പി, ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ,
വെയിറ്റ്, ഇതൊക്കെ ബേസിക് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതല്ലേ, അതാണ് വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത്. ദെൻ പേഴ്സണൽ സ്റ്റാറ്റിസ്റ്റിക്സ്, പേഷ്യൻസിന്റെ ആ നില അല്ലെ, സ്റ്റാറ്റിസ്റ്റിക്സ് സച്ച് ആസ് ഏജ്, വെയിറ്റ്, ബില്ലിംഗ് ഇൻഫർമേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ എന്ത് ചെയ്യുന്നു, ഉൾക്കൊള്ളുന്നു. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡേറ്റാസ് ആട്ടോ, സോഷ്യൽ ഡേറ്റാസ്. ഓക്കെ, അതിനകത്ത് നമ്മൾ പറഞ്ഞത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കാം കേട്ടോ. EHR എന്നുള്ളത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. പിന്നെ അതിനകത്ത് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ഡിജിറ്റൽ ഫോർമാറ്റില് ഇലക്ട്രോണിക്കലി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പോപ്പുലേഷന്റെ, ഒരു പേഷ്യൻസിന്റെ ആരോഗ്യ വിവരങ്ങളാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. നമുക്കറിയാലോ, പേപ്പർ റെക്കോർഡ് നമ്മൾ പണ്ട് ചീട്ടൊക്കെ എഴുതിക്കൂലേ റെക്കോർഡ് നമ്മുടെ, അതുപോലെ ഇപ്പൊ അത് സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്, അതാണ് ഒരു ഡിജിറ്റലാണ്. അപ്പൊ അത് നമുക്ക് നെറ്റ് വഴിയൊക്കെ ആണെങ്കിലും അല്ലെ പലതും കണക്ട് ചെയ്യാൻ പറ്റും, ഇന്റർ കണക്റ്റഡ് ആണ് നെറ്റ് കൂടെ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന, ഇപ്പൊ രണ്ട് റൂമിലിരിക്കുന്ന ഡോക്ടേഴ്സും തമ്മിൽ നമുക്ക് ഹെൽത്ത് റെക്കോർഡ്, പേഷ്യൻസിന്റെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഹിസ്റ്ററി ഒക്കെ നോക്കാൻ പറ്റില്ലേ അല്ലേ? ജസ്റ്റ് ഇത് പഠിച്ചാൽ അവർക്ക് രണ്ടുപേർക്കും റെഫർ ചെയ്യാം. ഇപ്പൊ ഇവിടുന്ന് നമ്മൾ വേറെ സ്ഥലത്ത് ഡോക്ടർ കാണുകയാണെങ്കിൽ ആ ഡോക്ടറിന് ആ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എടുക്കാൻ പറ്റും അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജുകൾ അവിടെ ഉണ്ട്. മറ്റേ പേപ്പർ റെക്കോർഡ് ആണെങ്കിൽ നമ്മൾ അത് എടുത്തുകൊണ്ട് പോകണം, നമ്മുടെ ചാർട്ട് നമ്മൾ കൊണ്ടുപോകണം. ഇതിപ്പോ അങ്ങനെ വേണ്ട, സിസ്റ്റത്തിൽ അത് അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് വരുന്നത് ഏതൊക്കെയാന്ന് നോക്കിയാൽ ദാറ്റ് ഇൻക്ലൂഡ്സ് ഏതൊക്കെയാ, മെഡിക്കൽ ഹിസ്റ്ററി, ദാറ്റ് ഇൻക്ലൂഡ്സ് മെഡിക്കൽ ഹിസ്റ്ററി, ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡേറ്റാസ് ആട്ടോ ഇവിടെ. സോഷ്യൽ ഡേറ്റാസ്, മെഡിക്കൽ ഹിസ്റ്ററി, മെഡിക്കേഷൻ ആൻഡ് അലർജീസ്, ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ടുകൾ, റേഡിയോളജി ഇമേജസ്, വൈറ്റൽ സയൻസ്. വൈറ്റൽ സയൻസ് എന്ന് പറഞ്ഞാൽ ബേസിക് മോണിറ്ററിംഗ്, നമ്മൾ BP, ഷുഗർ, വെയിറ്റ് അതൊക്കെ നോക്കൂലേ അത്. പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ സ്റ്റാറ്റിക്സ് സച്ച് ആസ് ഏജ്, വെയിറ്റ്, ബില്ലിംഗ് ഇൻഫർമേഷൻ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുന്നതാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ ഓൾമോസ്റ്റ് തീരാറായി. ചെറിയൊരു സെക്ഷൻ കൂടി കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പമാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഇതുപോലെ നമുക്ക്, ഇതിപ്പോ പാരഗ്രാഫാണ്, ഇവിടെയാണെങ്കിൽ ഒരു കമ്പാരിസൺ പോലെ പാരഗ്രാഫാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ജസ്റ്റ് കുറച്ച് അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കാം കേട്ടോ. ഫുള്ള് പാരഗ്രാഫ് ബൈക്കാട്ട് ചെയ്യണ്ടാവും. ഓക്കെ, ബാക്കി ഇനിയുള്ളതൊക്കെ നല്ല എളുപ്പം. അപ്പൊ 2 സെക്ഷനും കൂടി ഉള്ളൂ, ഇത്തിരി ബൾക്കായിട്ട് കിടക്കും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് നോക്കാം. ഓക്കെ, താങ്ക് യു.